യുവജന പങ്കാളിത്തത്തിൽ ഉണർന്ന തലശ്ശേരി അതിരൂപത ദിവ്യകാരുണ്യ കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള യുവജന സിംപോസിയം യൂടോക്ക്. സിംപോസിയത്തിന്റെ ഒന്നാം ദിവസമായ ഇന്ന് സമുദായം നേരിടുന്ന വെല്ലുവിളികൾ, ദൈവവിശ്വാസം എന്നീ വിഷയങ്ങളിലായിരുന്നു സിംപോസിയം നടന്നത്. ആലുവയിലെ ദി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് റിലീജിയൻ ഡയറക്ടർ റവറൻ ഡോക്ടർ അഗസ്റ്റിൻ പാംപ്ലാനി CST, ഡോക്ടർ സജിമോൻ പാലക്കൽ എന്നിവരായിരുന്നു റിസോഴ്സ് പേഴ്സൺസ്. സെഷൻ 1ന്റെ മോഡറേറ്ററായി AKCC ഗ്ലോബൽ ഡയറക്ടർ റവറൻ ഡോക്ടർ ഫിലിപ്പ് കവീലും, റെസ്പോൺസ് ഇടുക്കി ഡിസ്ട്രിക്ട് കോർട്ട് പ്രാക്ടീസിംഗ് ലോയർ അഡ്വക്കേറ്റ് സിസ്റ്റർ ജോസിയ SD എന്നിവരുമായിരുന്നു. സെഷൻ 2ന്റെ മോഡറേറ്ററായി തലശ്ശേരി അതിരൂപത ചാൻസലർ റവറൻ ഡോക്ടർ ജോസഫ് മുട്ടത്തുകുന്നേലും, റെസ്പോൺസ് ഫാദർ ജോസഫ് കാക്കരമറ്റത്തിലുമായിരുന്നു. വ്യാഴം വെള്ളി ദിവസങ്ങളിലായാണ് യുവജനങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള യുവജന സിംപോസിയം നടക്കുക. തലശ്ശേരി അതിരൂപതയിൽ ആദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസ് കേരള സഭാ നവീകരണത്തിന്റെ ഭാഗമായും അതിരൂപത ദിവ്യകാരുണ്യ വർഷാചരണത്തിന്റെ സമാപനത്തോടനുബന്ധിച്ചുമാണ് നടക്കുന്നത്. അതിരൂപതയിലെ 210 ഇടവകകളിലെ 80,000-ലധികം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് 20,000-ലേറെ പേർ ദിവ്യകാരുണ്യ കോൺഗ്രസിൽ പങ്കെടുക്കും. 11-ാം തീയതി ആരംഭിച്ച ദിവ്യകാരുണ്യ കോൺഗ്രസ് 14-ാം തീയതിയാണ് സമാപിക്കുക. തലശ്ശേരി അതിരൂപതയുടെ ചരിത്രത്തിൽ ആദ്യമായി നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിന് ഇന്നലെ ഔദ്യോഗികമായി തിരിതെളിഞ്ഞിരിക്കുകയാണ്. ആയിരങ്ങൾ പങ്കെടുത്ത ദിവ്യകാരുണ്യ കൺവെൻഷനും അതുപോലെ തന്നെ ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ വിവിധ കാര്യപരിപാടികളും ഇന്നലെ വൈകിട്ട് 6:15 മണിക്ക് അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി മെത്രാപ്പോലീത്ത സാഘോഷം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, അന്താരാഷ്ട്ര തലത്തിൽ 53 ദിവ്യകാരുണ്യ കോൺഗ്രസ്സുകൾ നടന്നിട്ടുണ്ട്. ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുന്നത് 1881 ഫ്രാൻസിലാണ്. ദിവ്യകാരുണ്യം ലോകത്തെ രക്ഷിക്കുന്നു എന്നുള്ളതായിരുന്നു അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. സത്യത്തിൽ ഈ കാലഘട്ടത്തിലും ആ ലക്ഷ്യം പ്രസക്തമാണ്. സമാനതകളില്ലാത്ത പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന, സാമൂഹ്യ തിന്മകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയാണ് ഏകരക്ഷകൻ. വിശുദ്ധ ഗ്രന്ഥത്തിലെ അവസാനത്തെ പുസ്തകത്തിൽ, വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നു, 22-ാം അധ്യായം 21-ാം വാക്യത്തിൽ, മാറാനാത്ത, ഞാൻ വീണ്ടും വരും, അവൻ വീണ്ടും വരും. അവൻ വീണ്ടും വരുന്നത് വരെ അവൻ സജീവമായി ജീവനോടെ ഇരിക്കുന്ന സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന. അതുകൊണ്ട് ഈ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹവും ആഴവും വർദ്ധിപ്പിക്കുക, സമൂഹത്തിലും സഭയിലും സമുദായത്തിലുമൊക്കെ സ്നേഹവും ഐക്യവും വളർത്തുക, അതുപോലെ തന്നെ ദിവ്യകാരുണ്യത്തിൽ നിന്ന് ജീവകാരുണ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രവേശിക്കുക. ഈ ലക്ഷ്യങ്ങളാണ് അഭിമന്യമാർ ജോസഫ് പാംപ്ലാനി പിതാവ് ഈ തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ ദിവ്യകാരുണ്യ കോൺഗ്രസിനും കൊടുത്തിട്ടുള്ളത്. 2024 ഈ വർഷം ദിവ്യകാരുണ്യ വർഷമായിട്ട് തലശ്ശേരി അതിരൂപത ആചരിച്ചു വരികയായിരുന്നു. ഈ ദിവ്യകാരുണ്യ കോൺഗ്രസ്സിന് വെറും ഒരു ഈവൻ്റ് എന്നതിനേക്കാൾ അപ്പുറത്തേക്ക് വലിയ പ്രാർത്ഥനാ ഒരുക്കത്തോടു കൂടിയാണ് ദിവ്യകാരുണ്യ കോൺഗ്രസ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. 101 ദിവസം നീണ്ടു നിൽക്കുന്ന 13 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയ്ക്ക് വേണ്ടി ദിവ്യകാരുണ്യ കൂടാരം തീർത്തു. അഭിമന്യ പിതാവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വൈദികരും ദിവ്യകാരുണ്യത്തെക്കുറിച്ചാണ് വാർഷിക ധ്യാനത്തിൽ ഏർപ്പെട്ടത്. അഭിമന്യ പിതാക്കന്മാരും വൈദികരും മദർ ഹോം ധ്യാന കേന്ദ്രത്തിൽ കൂടി ഒരു നൈറ്റ് വിജിൽ തന്നെ ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേണ്ടി നടത്തി. എല്ലാ ഇടവുകളിലും ദിവ്യകാരുണ്യ സന്ധ്യകൾ, ദിവ്യകാരുണ്യ പ്രഭാഷണങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി, ദിവ്യകാരുണ്യ പ്രദക്ഷിണങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. അങ്ങനെ അതിരൂപത മുഴുവനും ഒരു ആത്മീയ ഉത്സവത്തിന് ശേഷമാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിലേക്ക് അണിചേരുന്നത്. നമുക്കറിയാം, ഡിസംബർ 11, 12, 13, 14 തീയതികളിലാണ് നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ ആദ്യത്തെ 3 ദിവസം പ്രശസ്ത വചനപ്രഘോഷകനും അതുപോലെ തന്നെ ധ്യാനഗുരുവുമായ ബഹുമാനപ്പെട്ട ഡാനിയേൽ പൂവണ്ണത്തിൽ നയിക്കുന്ന കൺവെൻഷനാണ് വൈകുന്നേരം 4:30 മുതൽ 9:30 വരെ. അതോടൊപ്പം തന്നെ 2-ാം ദിവസമായി ഇന്ന് ഈ യുവജന സിംപോസിയത്തിന് തിരിതെളിയുകയാണ്. യൂടോക്ക് എന്ന പേരിൽ അതിരൂപതയിലെ സെലക്റ്റഡ് ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട യുവജനത്തിന് വേണ്ടി യുവജന സിംപോസിയം സംഘടിപ്പിക്കുകയാണ്. ദൈവവിശ്വാസത്തെക്കുറിച്ച്, ദൈവവചനത്തെക്കുറിച്ച്, സാമൂഹ്യ രാഷ്ട്രീയ രംഗങ്ങളിലുള്ള വിഷയങ്ങളെക്കുറിച്ച്, സമുദായം നേരിടുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഒക്കെ, സമൂഹം നേരിടുന്ന വെല്ലുവിളികളെക്കുറിച്ചൊക്കെ 20 അംഗ പാനലാണ്, വിദഗ്ധരുടെ പാനലാണ് ഈ സിംപോസിയം നയിക്കുന്നത്.
അതുപോലെ തന്നെ 3-ാം ദിവസവും ഈ സിമ്പോസിയം തുടരും വൈകുന്നേരം വരെ. വൈകുന്നേരം വീണ്ടും ഡാനിയേലച്ചൻ്റെ കൺവെൻഷനാണ്. സമാപന ദിവസം 14-ാം തീയതി ശനിയാഴ്ച അതിരൂപതയിൽ 210 ഇടവകളിൽ നിന്ന് എത്തുന്ന 1000-ൽ പരം ഡെലഗേറ്റ്സിന് വേണ്ടിയുള്ള ദിവ്യകാരുണ്യ പഠന ശിബിരമാണ് വോക്സ് ദേയി എന്ന പേരിൽ സംഘടിപ്പിക്കുന്നത്. പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ജിജോ നെല്ലിക്കാക്കണ്ടത്തിലച്ചൻ, മംഗലപ്പുഴ സെമിനാരിയുടെ പ്രൊഫസർ, അതുപോലെ തന്നെ പെരിയ ബഹുമാനപ്പെട്ട ഡോക്ടർ ഫ്രീജോ പാറയ്ക്കൽ, അദ്ദേഹം വൈസ് റെക്ടറാണ് മേരി മാതാ മേജർ സെമിനാരി തൃശ്ശൂരിൻ്റെ. ഇവർ രണ്ടുപേരാണ് ഈ പഠന ശിബിരത്തിൻ്റെ ക്ലാസ്സുകൾ നയിക്കുന്നത്. അഭിവന്യമാർ ജോസഫ് പാമ്പളാനി പിതാവ് ശനിയാഴ്ച രാവിലെ 10 മണിക്ക് ദിവ്യകാരുണ്യ പഠന ശിബിരം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം നടക്കുന്നത് അതിരൂപതയിലെ എല്ലാ വൈദികരും അതുപോലെ തന്നെ സന്യാസ വൈദികരും ചേർന്ന് അഭിവന്യ പിതാക്കന്മാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന ആഘോഷമായ വിശുദ്ധ ബലി അർപ്പണമാണ്. ഈ വിശുദ്ധ ബലി അർപ്പണത്തിന് ശേഷം നിങ്ങൾക്ക് വലിയ അത്ഭുതങ്ങൾ കാണാനായിട്ട് പറ്റും. ഇവിടെ ദിവ്യകാരുണ്യ എക്സിബിഷൻ നടക്കുന്നുണ്ട്. MCBS സഭയുടെ നേതൃത്വത്തിലുള്ള ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ, ദിവ്യകാരുണ്യ പുസ്തകങ്ങളുടെ അത്ഭുതങ്ങൾ എക്സിബിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നിങ്ങൾക്കാണ് ദിവ്യകാരുണ്യക്കാരൻ്റെ ചുറ്റും മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങളും ദിവ്യകാരുണ്യത്തെക്കുറിച്ചുള്ള സ്റ്റിൽ മോഡൽസ് എല്ലാം ചുറ്റും എക്സിബിറ്റ് ചെയ്തിരിക്കുകയാണ്. 14-ാം തീയതി ശനിയാഴ്ച വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നിങ്ങൾക്ക് ലൈവ് മോഡൽസ് കാണാൻ പറ്റും. മിശിഹായുടെ രക്ഷാകര രഹസ്യങ്ങൾ, അതായത് ഈശോയുടെ ജനനം മുതൽ ഉദ്ധാനം വരെയുള്ള രക്ഷാകര രഹസ്യങ്ങൾ ലൈവായിട്ട് ഇവിടെ ഈ ദിവ്യകാരുണ്യ നഗറിൻ്റെ ചുറ്റും അനാവരണം ചെയ്യും. അതുപോലെ തന്നെ ഏതാനും ഡാൻസുകളും ആ തീമിനോടനുബന്ധിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ വിഷയത്തോടനുബന്ധിച്ച് നമ്മൾ ക്രമീകരിക്കുകയാണ്. ഇങ്ങനെ ദിവ്യകാരുണ്യ പ്രദക്ഷിണത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഈ ലൈവ് എക്സിബിഷന് ശേഷമാണ് ദിവ്യകാരുണ്യ പ്രദർശനം. അലങ്കൃതമായിട്ടുള്ള പുഷ്പാലങ്കൃതമായിട്ടുള്ള പല്ലക്കിലാണ് ദിവ്യകാരുണ്യം എഴുന്നള്ളിക്കുന്നത്. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12 അപ്പസ്തോലന്മാരും 12 മൂപ്പന്മാരും ചേർന്ന് സംവഹിക്കുന്ന പേടകത്തിൻ്റെ ദർശനത്തിന് തുല്യമായിട്ടാണ് ഈ ദിവ്യകാരുണ്യ പ്രദക്ഷിണം നടക്കുന്നത്. അഭിവന്യ പിതാവും മറ്റ് 23 വൈദികരും ഈ പല്ലക്ക് ചേർന്ന് ഉയർത്തി ഈ നഗരത്തിൻ്റെ ചുറ്റിയുള്ള പ്രദർശനങ്ങളാണ്. അതിൻ്റെ മുന്നിൽ 1500ഓളം വരുന്ന ആദ്യ കുർബാന സ്വീകരിച്ച കുട്ടികൾ, ആൺകുട്ടികളും പെൺകുട്ടികളും ആദ്യ കുർബാന വസ്ത്രം ധരിച്ച് കൃത്യമായിട്ട് മുടിയൊക്കെ അണിഞ്ഞിട്ട് പുഷ്പതാലങ്ങളേന്തി തിരികളേന്തി അണിനിരക്കും. 40 പേർ ധൂപക്കുറ്റികളുമായി ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ, ഡീക്കന്മാർ അണിനിരക്കും. 40 ദീപങ്ങളേന്തി അൾത്താരപാലന്മാരുണ്ടാകും. 40 കൈമണികളുമായിട്ട് അൾത്താരപാലന്മാരുണ്ടാകും. ഇതാണ് ഈ പല്ലക്കിൻ്റെ മുൻപിൽ ആരാധനയോടെ മുൻപോട്ട് നീങ്ങുന്ന കുട്ടികളുടെ ഒരു നിര എന്ന് പറയുന്നത്. അതിൻ്റെ പിന്നിലായിട്ടാണ് വൈദികരെ സിസ്റ്റേഴ്സ് 4 നിരയായി വെള്ളവസ്ത്രത്തിൽ അണിനിരക്കും. അതിൻ്റെ പിന്നിലായിട്ട് അതിരൂപതയിൽ നിന്ന് എത്തിച്ചേരുന്ന എല്ലാ ഡെലഗേറ്റ്സും 4 നിരയായിട്ട് ദിവ്യകാരുണ്യത്തെ അനുഗമിക്കും. അതിനുശേഷമാണ് ഇവിടെ എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് വിശ്വാസിഗണം ആരാധനയോടെ ദിവ്യകാരുണ്യ പ്രദർശനത്തിൽ പങ്കുചേരുന്നു. പ്രിയമുള്ളവരെ, ഇത് വെറും ഒരു ഈവൻ്റ് അല്ല എന്ന് ഞാൻ പറഞ്ഞു. ഇത് ദൈവത്തിൻ്റെ ഇടപെടലുകളുടെ, ദൈവിക അത്ഭുതങ്ങളുടെ, ദൈവകൃപയുടെ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിൽ നിന്ന് മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങൾ നമുക്കോരോരുത്തർക്കും ഈശോ പങ്കുവയ്ക്കുന്നതിൻ്റെ മാധുര്യമുള്ള അനുഭവമാണ്. ഇതിൽ പങ്കെടുക്കാനായിട്ട് നമുക്ക് സാധിച്ചില്ല. ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും നമുക്ക് മറ്റൊരു ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ പറ്റില്ല. അതിരൂപതയുടെ ചരിത്രത്തിൽ 71 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായൊരു ദിവ്യകാരുണ്യ കോൺഗ്രസ് നടക്കുമ്പോൾ ഞാനൊക്കെ പങ്കെടുക്കുന്ന ആദ്യത്തെ ദിവ്യകാരുണ്യ കോൺഗ്രസ്സാണ്. മറ്റൊരു ദിവ്യകാരുണ്യ കോൺഗ്രസ്സിൽ ഇനി ജീവിതത്തിൻ്റെ അന്ത്യത്തിന് മുന്നേ പങ്കെടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അതുകൊണ്ട് എല്ലാവരെയും ഞാൻ ഇപ്പോൾ ഈ ഗുഡ്നസ് ടെലിവിഷനിലൂടെ നിങ്ങളെല്ലാവരെയും ഈ ദിവ്യകാരുണ്യ നഗറിലേക്ക്, കാസർഗോഡ് ജില്ലയിലെ ചിറ്റാരിക്കാൽ തോമാപുരത്ത് ഹയർ സെക്കൻഡറി സ്കൂൾ സംഘടിപ്പിച്ച ദിവ്യകാരുണ്യ നഗറിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്.